ലൈംഗികാരോപണത്തിൽ കൂടുതൽ ഡിജിറ്റൽ രേഖകൾ കൈമാറി രാഹുൽ മാങ്കൂട്ടത്തിൽ. അഭിഭാഷകൻ വഴിയാണ് മുദ്രവെച്ച കവറിൽ രേഖകൾ നൽകിയത്. 9 ഫയലുകളടങ്ങുന്ന കവറാണ് സമർപ്പിച്ചത്. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച കോടതി പരിഗണിക്കും. രാഹുലിനെ പിന്തുണച്ച വീക്ഷണത്തിന്റെ മുഖപ്രസംഗത്തെക്കുറിച്ച് പരിശോധിക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. നടപടി പാർട്ടി എടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ നിലപാട് ഈ പരാതി വന്നപ്പോൾ പാർട്ടിയുടെ നിലപാട് KPCC പ്രസിഡന്റാണ് പറഞ്ഞിരിക്കുന്നത്. ആ നിലപാടാണ് ഞങ്ങളുടെ എല്ലാവരുടെയും നിലപാട്. ഒരു പാർട്ടിക്ക് ചെയ്യാൻ കഴിയാവുന്ന എല്ലാ നടപടിയും ചെയ്തില്ലേ? മാർക്സിസ്റ്റ് പാർട്ടിയാണ് ചെയ്തോ? ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റിക്ക് അദ്ദേഹത്തെ MLA പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, CLP സസ്പെൻഡ് ചെയ്തു. നിയമത്തിന്റെ വഴിക്ക് പോകുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒളിവിൽ കഴിയുന്നത് എനിക്കറിയില്ല. ഞാൻ അന്വേഷണ ഏജൻസി അല്ല. ഒളിവിൽ കഴിയുന്നത് ശരിയാണോ? ഞാൻ അന്വേഷണ ഏജൻസി അല്ല. നിയമത്തിന്റെ വഴികൾ സ്വീകരിക്കാൻ അദ്ദേഹം മുൻകൂർ ജാമ്യ അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത്. മുകേഷിനെ പോലെ ഒരു MLA ചാർജ് ഷീറ്റ് കൊടുത്തിട്ട് പോലും MLA സ്ഥാനം രാജിവെക്കാതിരിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി വന്നപ്പോൾ മാത്രം ധാർമ്മികതയും പറയുന്നതിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാണ് ആ പത്രം മുഖപ്രസംഗം എഴുതിയിട്ടുള്ളത്. നിരപരാധിത്വം രാഹുൽ തെളിയിക്കുന്നതുവരെ അദ്ദേഹത്തിനെ പാർട്ടിയിൽ തിരിച്ചെടുക്കില്ല. വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് സിജോ വി ജോൺ, സുനിൽ ഐസക് എന്നിവർ തത്സമയം ചേരുന്നുണ്ട്. സിജോയിലേക്കാണ് ആദ്യം. സിജോ, കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യഹർജി നൽകിയത്. ഇന്നിപ്പോഴിതാ പല തെളിവുകളും ഡിജിറ്റൽ തെളിവുകളായി നൽകിയിട്ടുണ്ട് രാഹുൽ എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ വിവരങ്ങളാണ് രേഖകളായി സമർപ്പിച്ചിരിക്കുന്നത്? യുവതി പോലീസിൽ നൽകിയിരിക്കുന്ന മൊഴിയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ വർഷം ഒക്ടോബർ 22-ാം തീയതിയാണ് യുവതിയുടെ വിവാഹം നടക്കുന്നത്. അതിനുശേഷം 1 മാസത്തിനുള്ളിൽ തന്നെ ഇവരുടെ ഭർത്താവുമായിട്ടുള്ള ബന്ധം ഇവർ വേർപെടുത്തുന്നു. അതിനെ തുടർന്ന് 5 മാസങ്ങൾക്ക് ശേഷമാണ് രാഹുലുമായിട്ടുള്ള റിലേഷനിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് പറയുകയും ചെയ്തിരുന്നത്. അതിന് ഈ റിലേഷൻ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഭർത്താവുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മൊഴിയായി പറയുകയും ചെയ്തിരുന്നത്. പക്ഷേ അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങളും രേഖകളും ഒക്കെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മുദ്ര വെച്ച കവറിൽ കോടതിയിൽ കൊടുത്തിട്ടുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവർ ഈ പറയുന്ന വിവാഹത്തിന് ശേഷം 1 മാസത്തിന് ശേഷവും വേർപിരിഞ്ഞു എന്ന് പറഞ്ഞതിന് ശേഷവും ഈ ഭർത്താവുമൊപ്പം ഒരുമിച്ച് ജീവിച്ചിരുന്നു. അത് ആണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് അബോർഷൻ ചെയ്തിരിക്കുന്നത് നിർബന്ധപൂർവം അബോർഷൻ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അതിന് ഇടപെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് പറയുന്നു. പക്ഷേ താൻ ഒരു തരത്തിലും ഇടപെടൽ നടത്തിയിട്ടില്ല. ഈ യുവതി ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണ് അതെന്ന് തെളിയിക്കുന്ന ചില വിവരങ്ങളാണ് കൊടുത്തിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വിവരങ്ങൾ, ഈ രേഖകൾ അത് വസ്തുതാപരമാണ് എന്നുണ്ടെങ്കിൽ കോടതിയെ സംബന്ധിച്ചിടത്തോളം മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ രാഹുലിന് അത് വലിയ അനുകൂല ഘടകമായി മാറുകയും ചെയ്യും. കാരണം ഈ കേസിൽ ഏറ്റവും നിർണായകമാകുന്നത് ഈ അബോർഷൻ ആണ്. അത് നിർബന്ധപൂർവ്വം അബോർഷൻ ചെയ്തു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട വകുപ്പായി നിലനിൽക്കുകയും ചെയ്തത്. അത് അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് കൈമാറിയിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്.